റോസേ നീ എവിടെ പോയിനി? എവിടെ പോയിട്ടില്ല? പള്ളി പോയിനാ നീ? ഇതിങ്ങനെ കറയായില്ലേ? അന്താനെ 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 ആര് ആരടിക്കുന്നേ? അന്താനെ നീ എന്തിനാ കാക്കനെ കല്ലെറിഞ്ഞേ? ആരി നീ എന്തിനാ കാക്കനെ വില്ല വല്ല എടുത്തിട്ട് എറിഞ്ഞേ? നീ കല്ലെറിഞ്ഞ് ഞാൻ കണ്ടി. കാക്ക കരിയുന്ന അല്ലെന്നെ. പോലീസിനെ വിളിക്കോ? പിന്നെ പോലീസിനെ വിളിക്കോ? വണ്ടിയിൽ പോലീസ് വന്ന് നീ വിളിച്ചിട്ടാ വന്നേ? നീ വിളിച്ചിട്ടാ വന്നേ? നമ്മളെല്ലാവരും പോവുകയാണ്. ഹായ് പറ. എന്താടാ ആരമുടി ചെരുപ്പിട്ടിട്ടില്ല. ഇവന്റെ ഷൂ എടുത്തോ? അത് കട്ടറാ. ബസ്സില് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ കണ്ണൂർ എത്തിയിട്ട് പോസ്റ്റ് ആയിട്ടുള്ളത് ഓട്ടോന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മതി, നിങ്ങക്ക് ശ്വാസം മുട്ടല്ലേ? നമ്മളിതാ ഇവിടെ എത്തി. പയ്യാമ്പലം കൊറേ ആൾക്കാരെല്ലാം, കൊറേ ആൾക്കാർ എവിടെ എവിടെയോ നിക്കുന്നുണ്ട്. എല്ലാം കൂട്ടിയിട്ട് പോണിപ്പോ. അതിൽ കേറിക്കോ, വേപ്പോയിട്ട് അതിൽ കേറിക്കോ. മനോഹരമായ പാർക്ക്, പയ്യാമ്പലം പാർക്ക്. കുട്ടികൾക്ക് മനോഹരമായ സ്ഥലങ്ങൾ. പക്ഷെ രാത്രിയാവണ്ട് ആരും തന്നെ അതിന്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട്. നിങ്ങളെല്ലാം മുണ്ട കാണിക്കാറില്ലേ? ഓടലേ ഞാൻ എന്റെ മോള് പറയും. ഈ വെള്ളം ഇപ്പെങ്കിലും ക്ലിയർ ആയിട്ട് കണ്ടല്ലോ.
അല്ല ഫുൾ കച്ചറല്ല അന്നേരം ഉണ്ടാവില്ല. നീ ആ നായിനെ ചവിട്ടാണ്ട് നോക്കിയാ മതി, ഞാൻ നിന്നെ കടിക്കോ. ഭയങ്കര തിരക്കാണ് ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ബീച്ചില്. ഒരുപാട് കളിസാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ, ചെറിയ കുട്ടിക്ക് പറ്റിയ. ഫ്രണ്ട്സ്, ഇതൊക്കെ നമ്മള് രാത്രി അതിന് ഇവിടെ എത്താൻ വേണ്ടിട്ട്. അപ്പൊ ഇതൊക്കെ ഭയങ്കര ആഗ്രഹം, ഒന്ന് കടലിലൊന്ന് ഇറങ്ങണമെന്ന്. പക്ഷെ അവര് സമ്മതിക്കുമെന്ന് അറിഞ്ഞൂടാ. 6 മണി വരെ ഉള്ളൂ ഇവിടെ അലോട്ട്, അത് കഴിഞ്ഞ അലോട്ട് ഇല്ല. അതെന്നാലും കുട്ടികളൊക്കെ ഇറങ്ങുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം ഗൈസ്. 6 മണി വരെ ഉള്ളു കേട്ടോ ഇതിൽ ഇറങ്ങാൻ പറ്റുള്ളൂ വെള്ളത്തില്. അപ്പൊ അത് കഴിഞ്ഞാല് ഇറങ്ങാൻ പറ്റൂല. അപ്പൊ എന്നാലും കുട്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങി കളിക്കുന്നുണ്ട്. നമ്മൾ അനാന് ഇറങ്ങണമെന്ന് പറയുന്നുണ്ട്, പക്ഷെ അനാന് ഇറക്കൂല. നിനക്ക് ഇറങ്ങണ കടലിൽ ഇറങ്ങണ? ഇല്ല, ഇറക്കൂല. രാത്രിയായി. അവരിങ്ങനെ ആടുന്നിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന വലിയ ആൾക്കാരാ. നിന്നെ പോലെ തന്നെ കിട്ടൂല അങ്ങ് പോയാല്. ഇത് നോക്കിയേ, തോളം തിരമാലുണ്ട്. ഇതാ ഇതെന്താ ഇതാ മണ്ണ്. നിന്റെ മോനെ ഇറങ്ങണം പോലും. നല്ലില്ലേ കാണാൻ വേണ്ടിട്ട്, അതിന്റെ ലൈറ്റ് കാണാൻ വേണ്ടിട്ട്. അടിപൊളി അടിപൊളിയല്ലേ? ഏത് വട്ടത്തിന്റെ? ഞാൻ കാണുന്നില്ല. ഒരു വട്ടേ ഉള്ളൂ. അതെയാ, പട്ടം നോക്കിട്ട് പോയാ മതിയേ. അങ്ങനെ അനാന്റെ വാപ്പിനെ പട്ടം നോക്കി കണ്ടുപിടിച്ചിരിക്കുന്നു. ഇരട്ടത്തെ പ്രേതാത്മാക്കളെ പോലെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു. നല്ല വെളിച്ചുള്ള സ്ഥലത്ത് നടക്കാൻ പറഞ്ഞ് കേൾക്കൂല. പുതുമഴയായി വന്നോ നീ, ഉലകം കൊണ്ട് പൊതിഞ്ഞോ നീ. ഒരേ നാഫിന്റെ പോലത്തെ വേറെ അങ്ങനെ പട്ടം പറത്തുന്ന ആളെ കണ്ടുപിടിച്ചിരിക്കുന്നു. പട്ടം പറത്തുന്ന ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പട്ടമഞ്ഞ് അനാല് വണ്ടിയിൽ കൂട്ടാത്തോണ്ട് ദേഷ്യം. അന്നാലേ അന്നോ മലയം കൊടുക്കേ പട്ടം പറത്തുന്നുണ്ട്. ഉമ്മ പട്ടം പറത്തുന്നുണ്ട് കേട്ടാ. അപ്പൊ സുമ്മാ പട്ടം പറപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മാന്റെ ആ ആഗ്രഹം കൂടി സഫലമായി. മേലോട്ടെത്തിയല്ലോ. വെള്ള കാണുന്നില്ലേ പട്ടം? ഇതാണ് പട്ടം. മതി.
എല്ലാരും ഐസ്ക്രീം വെക്കാണ്. മാംഗോ ബാർ. ഓക്ക് 3 മക്കളായോണ്ട് ഓള് മാംഗോ ബാർ വെക്കി. എടാ നീ നേരത്തെ തിന്നല്ലേ? രണ്ടാമത്തെ പ്രാവശ്യം ഇത് കൊടുക്ക്. മുണ്ടൂല, മുണ്ടണ്ടാവോ? അതങ്ങനെ ഫുള്ള് പൊളിക്കല്ല. കണ്ടാ ഇപ്പൊ മൊത്തം തായാലോ. നടക്ക്. ഏഴാം കടലും കടന്ന് മാരൻ വരുന്നുണ്ട്. കായമ്പു മണമുഴുകും കാറ്റിന്ന് വരുന്നുണ്ട്. മേലെ മാനത്തമ്പിളി മാറിയ രാഗം നിറമുണ്ട്. നിങ്ങളെ കൂടുതല് അലോട്ട്മെന്റ് സീറ്റ് കിട്ടിയാ? ഇതാണോ അനിയത്തി? ഇത് ലാസ്റ്റത്തെ അനിയത്തി. ഇതെന്റെ മോള്. ഇതെന്റെ അനിയത്തിന്റെ മോന്. ഇതാ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ മാർക്ക് കുറവാണ്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നിട്ടില്ല, പേരില്ല, സീറ്റില്ല, ഒന്നുമില്ല. ഇതെന്റെ ആങ്ങള. ആരാ നാളെ കൂടുതല്? നീ നാളെ നിർത്തി ഗൈസ്. ഇതാണ് ഇളയ അനിയത്തിന്റെ മോള്. ഗൈസ് പട്ടം കണ്ട ഗൈസ്, മേല് പട്ടം പറക്കുന്നുണ്ട്. ഇവിടെ വന്നാ നാളെ കാണാം. എന്താണ് ആ പോണോ? നീയല്ല അനാന ചെയ്തത്? കണ്ണിലായ ഇനിയും പട്ടം പറത്തിൽ നിന്നിട്ടില്ല. ആര്? എല്ലാരും പയ്യാമ്പലെല്ലാം പോയി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇന്നത്തെ പെരുന്നാൾ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പൊ പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ഇവക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ചാനലിന്റെ പേര് അന്ന ഹാരിസ് അല്ലേ? അന്ന ഹാരിസ് ചാനലിന്റെ പേര്. ചെറിയൊരു ചാനലാണ്, തുടക്കമാണ്. സപ്പോർട്ട് ചെയ്യുക. ഞാൻ പിന്നെ തുടക്കല്ലാണ്ട് പിന്നെ രണ്ടാമത് പോയതല്ലേ, ഓട്ടവും പോയി. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.